ഫ്രണ്ട്സ്, അലീനയും മനുവിൻ്റെയും വരാനിരിക്കുന്നൊരു വിശേഷങ്ങളിലേക്ക് ഏവരും സ്വാഗതം ചെയ്തു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർപ്പിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ അലീനയും സ്റ്റാലിനും തമ്മിലൊരു സമരം ആരംഭിച്ചിരിക്കുകയാണ്. അലീന പറഞ്ഞ് ഞാൻ പറയുന്നത് കേൾക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് അച്ഛൻ്റെ അല്ല പപ്പാടേതായിട്ടുള്ള ഭൃത്യന്മാരുടേതായിട്ടുള്ള അഴിമതിയും അക്രമവും അല്ല ഈ ദൂർനടപ്പും ഒന്നും ഇവിടെ നടക്കത്തില്ല. ഞാനുള്ള സമയത്ത് നടക്കത്തില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആകാം. പിന്നെ ഞാനിവിടെ നിൽക്കുന്നിടത്തോളം കാലം ഇവിടെ നടക്കുന്നതായിട്ടുള്ള എല്ലാ തോന്നിയവാസവും ഞാൻ ചോദ്യം ചെയ്തിരിക്കും. അതിനുവേണ്ടി ഞാൻ അതിന് പ്രതികരിക്കുകയും ചെയ്യും. അത് എന്നെ സംബന്ധിച്ചോളം എനിക്കത് പ്രതികരിക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ പപ്പ തീരുമാനിച്ചോളാം എന്ന് പറയുമ്പോഴത്തേക്കും നിൻ്റെ കാര്യത്തിൽ നിന്ന് നീ പറയുന്നതനുസരിച്ച് നിൽക്കാനല്ല ഞാൻ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു ഭയങ്കര ഒരു വാശി, ഞാനൊരു കേണലാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ഒരു വാശി വരാതി നിൽക്കുവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി കഴിക്കുന്നില്ല, ആഹാരം കഴിക്കുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു ശീതസമരത്തിലേക്ക് നമ്മളെ അലീന കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോഴത്തേക്കും ദേഷ്യം കൊണ്ടും പറഞ്ഞ എല്ലാം കൊണ്ടും നമ്മുടെ സ്റ്റാലിൻ നിൽക്കുകയാണ്. സ്റ്റാലിൻ നിൽക്കുമ്പോഴത്തേക്കും അവതക്കുട്ടി വരുന്നുണ്ട്. നീ എന്താ രാവിലെ അടി തുടങ്ങിയെന്നൊക്കെ ചോദിക്കുകയാണ് നമ്മളെ ഇവിടെ സ്റ്റാൻഡോട്. നീ എന്താ രാവിലെ അടി തുടങ്ങിയോ? ഇല്ലപ്പച്ച, ഒരു രക്ഷയില്ല. ഒരു വിഷമങ്ങൾ കൊണ്ടാണെങ്കിൽ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് തലയ്ക്ക് ഭ്രാന്തി വരുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് നീ അങ്ങോട്ട് ഒന്ന് ഒഴിച്ചാലാ നടക്കാമെന്ന് പറഞ്ഞ് ഒന്ന് സ്റ്റാൻഡിനെ കൊണ്ട് ഒഴിപ്പിക്കുകയാണ്. അങ്ങനെ ഒഴിപ്പിച്ച് അടി തുടങ്ങുമ്പോഴത്തേക്ക് പറയാം, എന്താ നിൻ്റെ പ്രശ്നം എന്ന് പറയുക. അപ്പച്ചൻ എന്തിനാ ഇപ്പോൾ പുനലൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക. അല്ല, അത് നീ ഇവിടെ ഒറ്റയ്ക്കാന്നറിയാൻ വേണ്ടി ഒറ്റയ്ക്കാന്നറിയാം. എന്താ കാര്യം, ഞാൻ ഒറ്റയ്ക്കാന്ന് പറഞ്ഞാൽ അല്ല, റീത്തയും എൽസമ്മയും എല്ലാവരും നിൻ്റെ കാര്യം അറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ അലീനെ കയറ്റി താമസിപ്പിച്ച കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അപ്പം നീ ഇവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് അവർ വന്ന് വല്ല വിഷയം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരൊക്കെ വന്ന് എന്നെ ചെയ്യാനാ. അപ്പച്ച, ഞാൻ എൻ്റെതായിട്ടുള്ള രീതി ജീവിക്കുന്നുണ്ട്. ഇനി എൻ്റെ കാര്യത്തിലൊന്നും അവളെൻ്റെ അലീന എൻ്റെ മോളാണ്. അപ്പം ആ കാര്യത്തിൽ ആരെങ്കിലും ചോദ്യം ചെയ്ത് വന്നാൽ അതിൻ്റെയൊക്കെ മറുപടി പറയാൻ എനിക്ക് നന്നായിട്ടറിയാം. അച്ഛൻ ആ കാര്യത്തിലൊന്നും നോക്കണ്ട എന്നുള്ളത് പറയുവാണ്. അത് ഞാൻ അപ്പച്ചൻ പറയുവാണ്, ഇപ്പം എന്നാ നിൻ്റെ വിഷയം എന്താ? അതല്ല അപ്പച്ചൻ, ഈ അലീന പണിക്കാരനോടൊക്കെ ആവശ്യമില്ലാത്ത രീതിയിൽ തർക്കിച്ചും വഴക്കുണ്ടാക്കിയിട്ട് ഇപ്പോൾ അവൾ കഴിക്കാതിരിക്കും. അപ്പോൾ അവൾ കഴിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രശ്നം ഉണ്ടാകുന്ന അപ്പച്ചൻ അറിയത്തില്ലെന്ന് ചോദിക്കുക. അത് പ്രശ്നം ഉണ്ടാകുക, അതിനൊരു കാര്യം ചോദിക്കുക. ഇപ്പം എന്നാ ചെയ്യാൻ പറ്റുന്നത്? അപ്പച്ചൻ അവളോട് മര്യാദയ്ക്ക് കഴിക്കാൻ പറ. കാരണം ഞാൻ ഇതിൻ്റെ ഈ പാവം നേറ്റി എനിക്ക് വാങ്ങാൻ പറ്റത്തില്ല. കാരണം ഇവിടെ എന്നാ കുറവ്. അവൾ ഇവിടുത്തെ ഏറ്റവും വലിയ അധികാരിയല്ല അവൾ. കാരണം ഞാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവളല്ലേ ഈ കാര്യങ്ങളെല്ലാം നോക്കി നടത്തണ്ടേ. അപ്പം ആ കാര്യത്തിൽ നിൽക്കുമ്പോഴത്തേക്ക് ഈ അടുക്കള കാര്യവും കൃഷിക്കാര്യങ്ങളെല്ലാം നോക്കി അതിൽ വരുന്ന നക്കാപ്പിച്ച എമൗണ്ടിന് കണക്കം പറഞ്ഞ് അവരോട് മല്ലി പിടിക്കേണ്ട കാര്യമൊക്കെ എന്തിൻ്റെ കാര്യം നിൽക്കുന്നത്. അതെ, അവളങ്ങനെ ജീവിച്ചുകൊണ്ടാണ്. അവൾക്ക് 5-ൻ്റെയും 10-ൻ്റെയും അതുപോലെ ഭക്ഷണത്തിൻ്റെ വില മനസ്സിലാക്കി ജീവിച്ചുകൊണ്ടാണ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണെങ്കിലും കുഴപ്പമില്ല. ഇപ്പം നമുക്ക് ആവശ്യത്തിനുണ്ടല്ലോ. അവൾ പണ്ട് അവിടെ ഫുഡ് കിട്ടുന്നില്ല, അല്ല 10-23 വർഷം പട്ടിണി കിടന്ന ജീവിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് അതിനനുസരിച്ച് ഭയങ്കര രീതിയിൽ അവൾക്ക് എല്ലാം കിട്ടുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് പിന്നെ അതൊക്കെ മനസ്സിലാക്കി അവൾ നിൽക്കുന്നില്ല? അപ്പോൾ അതിനനുസരിച്ച് വില കളയാതെ തന്നെ 5-നും 10-നും ഇറക്കുന്ന രീതിയിലുള്ള ഒരു നക്കാപ്പിച്ച കാര്യമാണോ തന്നെ മുതലാളി എന്ന് ഭൃത്യന്മാർക്ക് അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് തോന്നത്തില്ലേ? അപ്പോൾ ആ രീതിയിൽ എന്തിനാണ് അവൾ അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അവളുടെ അപ്പച്ചൻ പറയണം, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നീ അവളെ കൊണ്ടാക്കുക. അന്നേ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ, എന്തിനാ ഈ ഇതൊക്കെ ഏറ്റുവാങ്ങുന്നത്? 5-10 കൊടുത്ത് ഒഴിവാക്കി വിടേണ്ടതല്ലേ? അത് മാത്രമല്ല, നിനക്ക് ഒരു കാര്യം ചെയ്യും, അവളുടെ അമ്മയുടെ വീട്ടുകാരവിടെ ഉണ്ടല്ലോ, അമ്മയുടെ വീട്ടുകാർ നോക്കട്ടെ, അവളെ നോക്കട്ടെ. എന്തിനാ നമ്മളിങ്ങനെ പിടിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, അതല്ല പച്ച, അത് ശരിയാകത്തില്ല. കരഞ്ഞ അതിനുള്ള അധികാരം എനിക്കുണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് നിനക്കുണ്ടെന്നുണ്ടെങ്കിൽ നീ നോക്കണം, ശരിയാണ്. പക്ഷേ ഈ എന്തിനാ നീ അവരുടെ അമ്മയുടെ ആൾക്കാരും അമ്മയൊക്കെ ഉള്ളപ്പോഴത്തേക്ക് നീ എന്തിനാ പിടിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്? അവരവിടെ കൊണ്ട് തട്ടിക്കളിക്കാപ്പിച്ച അങ്ങനെ എനിക്ക് അങ്ങനെ അവരുടെ മുമ്പ് താന്നു കൊടുക്കാൻ പറ്റത്തില്ല, നോക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ കൊണ്ടു കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ അവിടെ ആ നല്ല മനുഷ്യനായിട്ട് ബാലചന്ദ്രൻ എനിക്ക് കൊണ്ട് തന്നതാണ് അവളെ. അപ്പം ഞാൻ അവളെ നോക്കിയിരിക്കും, ഉറപ്പായിട്ട് നോക്കിയിരിക്കും. ഇനി ഒരിക്കൽ പോലും അവളിൽ നിന്ന് അവളെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ, എന്താണ് ഒരു കാര്യം ചെയ്യും, അവൾ ചെയ്യുന്ന പരിപാടി തെറ്റാണെന്ന് തോന്നുന്നു, അവളെ പറഞ്ഞു വിട്ടേക്ക്, ഒന്നും ചെയ്യണ്ട എന്നുള്ള പറയുന്നത്. അപ്പച്ചൻ വലിയ ആൾ കളിക്കണ്ട കേട്ടോ. അപ്പച്ചൻ അവളുടെ സൈഡിൽ നിന്നുകൊണ്ട് എന്നെ ആസാക്കുമെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഞാൻ എന്തിനാണ് നിന്നെ ഇങ്ങനെ ഇല്ലാതാക്കുന്നത്? അല്ല, അപ്പച്ചൻ അവളുടെ സൈഡാ. അപ്പച്ചൻ കൊച്ചുമോളെ കൊച്ചുമോളെ ചിന്നമ്മയെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അല്ലാതെ ഞാനിവിടെ ഒറ്റയ്ക്കാണെന്നോ അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും വന്ന് വിഴുങ്ങോ എന്നുള്ള പേടിച്ചിട്ടൊന്നുമല്ല.
അപ്പച്ചൻ്റെ അലീനയായിട്ടുള്ള ഒത്തുചേർന്നുള്ള പരിപാടിയുണ്ട്. നീ ആവശ്യമില്ലാതെ പറഞ്ഞു എനിക്കെന്തിനാ അവൾ ഒത്തുചേർന്ന് എനിക്ക് നിൽക്കേണ്ട കാര്യം എന്ന് പറയാം. ഇല്ല ചിന്നമ്മ അതായത് അലീന അപ്പച്ചനെല്ലാം കയ്യിലെടുത്തിട്ടുണ്ട്. അപ്പച്ചൻ എന്താണെങ്കിലും ചെയ്യും, ഒരു കാര്യം ചെയ്യും, അപ്പച്ചൻ പൊക്കോ, എനിക്ക് വേണ്ടി വക്കാലത്തൊന്നും പിടിക്കണ്ട, പക്ഷെ അവളോട് പറഞ്ഞേക്കത് ഈ ശീതകാല സമരം മര്യാദയ്ക്ക് അവസാനിപ്പിച്ച് നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കുന്ന പറയുമ്പോഴത്തേക്ക് എന്താണ് ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ അവധക്കുട്ടിക്ക് അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അവിടെ ചെന്നിട്ട് അലീനെ കണ്ടിട്ട് മോളെ നിൻ്റെ ഈ സമരം ഒന്ന് അവസാനിപ്പിക്കത്തില്ലേ മോളെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇല്ല പച്ച എൻ്റെ സമരം അവസാനിപ്പിക്കണമെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നേരെയാകണം. കാരണം കണ്ടവർക്ക് തോന്നിയ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കാനുള്ളൊരു വീടല്ല ഇത്. കാരണം എൻ്റെ പപ്പ ഉണ്ടാക്കുന്ന കാശ്, പപ്പ ഉണ്ടാക്കിയ ക്യാഷ് അത് വെറുതെ ദൂർത്തടിക്കാനുള്ളതല്ല. കണ്ട വൃത്തിയന്മാർക്ക് അവരുടേതായിട്ടുള്ള രീതി പ്രവർത്തിക്കുകയാണെങ്കിൽ ഇവിടെ തൊഴിലാളിയും മുതലാളിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? മാത്രമല്ല അവർക്ക് ചോദിക്കുന്ന കാശ് എല്ലാം അവർക്ക് ഫിക്സഡ് ആയിട്ടുള്ളൊരു ക്യാഷ് കൊടുക്കുന്നുണ്ടല്ലോ, അതിലൊന്നും കുറവൊന്നും വന്നിട്ടില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് മോളെ നിൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ അവൻ്റെ അടുത്ത് ചേരുമ്പോഴത്തേക്ക് അവൻ എന്നെ ഇല്ലാതാക്കുന്നുള്ളൂ. അവൻ എന്നെ അവൻ പറയുക നീ അല്ല അപ്പച്ചനും അലീനയും തമ്മിൽ നല്ല ടേംസിലാണ്, അതുകൊണ്ട് അപ്പച്ചൻ എൻ്റെ അടുത്ത് കൂടുതൽ കളിക്കണ്ട എന്നുള്ള രീതി പറയുമ്പോൾ എൻ്റെ കള്ളത്തിലൊക്കെ അവൻ കണ്ടുപിടിക്കും മോളെ, അവനൊരു കേണല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം ഈ കേണൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പച്ചാ കേണലിൻ്റെ മേലെയും കുറേ ആൾക്കാരുണ്ടല്ലോ, അപ്പം അവരും പറയുന്നത് കേൾക്കേണ്ടതല്ലേ, അങ്ങനെയും കേട്ട് ജീവിച്ച എല്ലാ ആൾക്കാരില്ല. അപ്പം ഇതുപോലെ മകളും പറഞ്ഞ് കേട്ട് ജീവിക്കേണ്ടതായിട്ടൊരു സ്റ്റേജ് വരും. അതുകൊണ്ട് അപ്പച്ചൻ പപ്പാട് പറഞ്ഞേക്ക് ഞാൻ ഈ സമരത്തിൽ നിന്ന് മാറത്തില്ല, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നേരെയാകാതെ മാറത്തില്ല എന്ന് പറഞ്ഞാൽ മോളെ ഇങ്ങനെ പോയിട്ട് ശരിയാകത്തില്ല, ഇവിടെ വടക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നാമത് അവന് സമാധാനമില്ല. ഒന്നാമത് സമാധാനം ഇല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഈ പപ്പാടെ ഭാര്യ ഇങ്ങോട്ട് വരാത്തെന്ന് ചോദിക്കുക. അതോ അവളെപ്പോഴും ഒരു ഭക്തിമാർഗ്ഗമാണ്, അവള് ഇന്ന് തിരുവല്ലാണ് നാളെ പാലായിൽ, അങ്ങനെ ഭക്തിമാർഗത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുക. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന അവളെ എങ്ങനെ പിടിച്ചു കിട്ടാൻ? മാത്രമല്ല അവൾക്ക് അടുത്ത് താമസിക്കുന്നുണ്ട് റീത്താമ്മ എന്ന് പറഞ്ഞൊരുത്തിയുണ്ട്, അവൾ തമ്മിലുള്ള ഭയങ്കര കൂട്ടാണ്. അവൾ എന്നാ പറയുന്നത് അതിനനുസരിച്ച് കേട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ റീത്താമ്മയ്ക്ക് വീട്ടിലാരൊക്കെ ഉണ്ട്? റീത്താമ്മയുടെ ഭർത്താവ് കാര്യങ്ങളൊന്നുമില്ല, ഭർത്താവ് നേരത്തെ മരിച്ചുപോയി, പിള്ളേരുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം ഈ അച്ഛൻ്റെ പപ്പാടെ ആദ്യ ഭാര്യയ്ക്ക് അല്ല പപ്പാടെ ഭാര്യയ്ക്ക് ആദ്യ ഭാര്യ അലീനയുടെ അമ്മയാണല്ലോ. പപ്പാടെ ഭാര്യയ്ക്ക് എത്ര പിള്ളേരുണ്ട്? മക്കളെ 3 പിള്ളേരാണ് ഉള്ളത്. ഒന്നും മൂത്തത് പെൺകൊച്ച്, അത് കോളേജിൽ പഠിക്കുന്നത്. രണ്ടാമതൊരു വയ്യാത്തൊരു കൊച്ചാണ്, അവൾക്കൊരു മെൻ്റലി ഡിസേബിൾ ആയിട്ടുള്ള ഒരാളാണ്. അവൾ മാനസികമായിട്ട് നല്ലൊരു രീതിയിലല്ല പ്രവർത്തിക്കുന്നതും കാര്യങ്ങൾ തോന്നുന്ന സമയത്ത് ഭയങ്കര ചിരിയും കളിയും കറിഞ്ഞ പ്രായത്തിനൊത്തരമുള്ള രീതിയിലുള്ള ജീവിതമല്ല അവൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇളയത് ചെറുക്കനാണെന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ പപ്പ അവരൊന്നും കാണാൻ പോകുന്നില്ല. പപ്പ അവൻ കാണാൻ സ്റ്റാൻലി കാണാൻ ലാലിച്ചും കാണാനൊക്കെ പോകും, പക്ഷേ അപ്പോൾ അവരോട് ടച്ചൊന്നും ഇല്ല, ഒരു വലിയ അടുപ്പമൊന്നും ഇല്ലെന്ന് ചോദിക്കുമ്പോഴത്തെ അടുപ്പ് കൊണ്ട് മോളെ കറിഞ്ഞ ഇപ്പം എൽസമ്മ പറയുന്ന അല്ലെങ്കിൽ റീത്താമ്മ പറയുന്നതനുസരിച്ച് കേട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അവരെല്ലാം. അതുകൊണ്ട് എന്നാ പറയാനാ അവനോട് വലിയ താല്പര്യവും കാര്യങ്ങളൊന്നും ഇല്ല. അവരുടെ രീതിയിൽ അതെന്താ അങ്ങനെ പറ്റിപ്പോന്ന് അവൻ പിന്നെ അത് മടുത്തു. മക്കളാണെങ്കിൽ പോലും മരം ചാഞ്ഞ് വളരുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ കിട്ടാത്തൊരവസ്ഥയിലാണെങ്കിൽ അതങ്ങനെ തന്നെ വളരട്ടെ എന്നുള്ള രീതിയിലാണ് ലാലിച്ചിൻ്റെ നിലപാട്. പിന്നെ അവനും സഹിക്കുന്നതിനൊരു പരിധിയില്ല. എന്നാൽ പിന്നെ ഈ ആദ്യ ഭാര്യ പപ്പാടെ കൂടെ നിന്നിട്ടില്ലേ? ആദ്യം കുറേ നാളൊക്കെ നിന്നിട്ടുണ്ട്. കാരണം ഞാൻ ഈ ക്വാർട്ടേഴ്സിലൊക്കെ ആയപ്പോഴത്തേക്ക് നിൽപ്പുണ്ടായിരുന്നു, അവരൊരുമിച്ചായിരുന്നു. പക്ഷെ പിന്നെ കൊച്ചിൻ്റെ പഠിത്തവും കാര്യങ്ങളും മൂത്ത കൊച്ചിൻ്റെ പഠിത്തവും കാര്യങ്ങളായിട്ട് നാട്ടിൽ വന്നു കഴിയുമ്പോഴേ അവൾക്ക് പിന്നെ എൽസമ്മയ്ക്ക് സ്വന്തം അച്ഛൻ അവരുടെ ആൾക്കാരും അമ്മ വീടും കാര്യങ്ങളൊക്കെ മതി. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് ലാലിച്ചിനെ പിന്നെ തീരെ അവർക്ക് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ലാലിച്ചൻ അവിടെ പോയി നിൽക്കാത്തത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ കുടുംബമായിട്ട് ഭയങ്കര ഒരു അകൽച്ച ഉണ്ടായിട്ടുണ്ട്. പിന്നെ ലാലിച്ചൻ അവിടെ നിന്ന് വിരമിച്ചതിന് ശേഷം നേരെ വന്ന് ഇവിടെ താമസിക്കുക, ഈ തോട്ടവും കാര്യങ്ങളെല്ലാം നോക്കി നടത്തുക കാര്യങ്ങളൊക്കെ ഇതാകുമ്പോഴത്തേക്ക് പിന്നെ ഇത് അലിന് ചോദിക്കുന്നുണ്ട്, ഇതിപ്പോൾ ഇവിടെ എന്തൊരു ജീവിതമാണ്? കുറേ പട്ടിയെ വളർത്തുന്നുണ്ട്, കുറേ കുടിക്കുന്നുണ്ട്, കുറേ ചുരുട്ട് വലിച്ചു കയറ്റുന്നുണ്ട്, ഇതൊക്കെയാണോ ഒരു ജീവിതം എന്ന് പറയുക? അതാകുമ്പോൾ വിഷയമില്ലല്ലോ. അപ്പോൾ അത് കുടിച്ചാൽ പറയുക അതാകുമ്പോൾ വിഷയമില്ല മോളെ, കാരണം ഞാൻ ആരെയും ബോധിപ്പിക്കണ്ട, എടുത്തോ പിടിച്ചോ എന്നുള്ള രീതിയിലുള്ള ജീവിതം മാത്രം മതിയല്ലോ. ഈ പട്ടിയാകുമ്പോഴത്തേക്ക് നിന്ന് കുരയ്ക്കത്തുമില്ല, കടിക്കത്തുമില്ല, സ്വന്തം ഓണറിനെ നോക്കി. പക്ഷേ മനുഷ്യരങ്ങനെയല്ലല്ലോ, കണ്ണടച്ചു കഴിഞ്ഞാൽ മാത്രമേ ലോകത്ത് വിശ്വസിക്കും, കണ്ണ് തുറന്നു കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ കളിപ്പിക്കും. അത്ര രീതിയിലുള്ള ആൾക്കാരൊക്കെയാണ് ചുറ്റുപാട് നിൽക്കുന്നത്. അതുകൊണ്ട്
സ്റ്റാൻലിക്ക് ഇപ്പം അങ്ങോട്ട് പോകാനുള്ള അല്ല ലാലിച്ചിന് അങ്ങോട്ട് പോകാനുള്ള ഒരു മനസ്സും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നത്, മോളെ എന്തായാലും നീ ഈ സമരം അവസാനിപ്പിക്കണം, അല്ലാതെ നീ കഴിക്കാതിരിക്കരുത് എന്നൊക്കെ പറയാണ്. അപ്പം അത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇല്ല പച്ച, ഞാൻ ഇതിൽ നിന്ന് മാറത്തില്ല. എൻ്റെ പപ്പാടെ അല്ലെ നമ്മുടെ നാട്ടിലുള്ള സ്വത്തും കാര്യങ്ങളെല്ലാം നല്ല രീതിയിലാക്കി തീർക്കാതെ ഞാൻ ഇവിടുന്ന് പോകത്തുമില്ല, ഒന്നുമില്ല എന്നൊക്കെ പറയുവാണ്. അവിടെ ശരിയെന്ന് പറഞ്ഞിട്ടും അത് കുട്ടിച്ചാൻ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അത് കുട്ടിച്ചാൻ ഇങ്ങനെ ചുമരിലിങ്ങനെ കൈ പിടിച്ചിങ്ങനെ പോവാണ്. അപ്പോൾ പണ്ട് പറഞ്ഞൊരു വാചകം ഓർമ്മയുണ്ട്, ഞങ്ങൾക്കൊന്നും വേണ്ട ആ സാധനത്തിന്, എവിടെയെങ്കിലും കൊണ്ട് ഇല്ലാതാക്കി കളഞ്ഞേക്ക് എന്ന് പറയും. അതായത് അലീനയുടെ വീട്ടുകാർ, അതായത് അമ്മ വീട്ടുകാർ പെട്ടെന്ന് ഒന്ന് പറയുന്നുണ്ട്, അലീനയുടെ വയറ്റിൽ, അതായത് വൈജിയുടെ വളരുന്ന വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അപ്പൻ സ്റ്റാൻലി എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ ഒഴിച്ച് കളഞ്ഞേക്കാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കി കളഞ്ഞേക്കാൻ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്കെല്ലാം തൻ്റെ മനസ്സിൽ കയറി വരുവാണ്. അപ്പം അങ്ങനെ പറഞ്ഞ തന്നെ പിടിച്ചു നിർത്താൻ പറ്റിയ ഒരു കൊച്ചിനെയാണല്ലോ ദൈവം കൊണ്ട് കൊടുത്തേ എന്ന് പറയുമ്പോഴത്തേക്കും കാലത്തിൻ്റെ കളി കണ്ടോ. അപ്പോൾ അത്ര മാറ്റങ്ങളുണ്ടല്ലോ, ഉണ്ടാക്കിയല്ലോ എന്നുള്ള രീതി നിൽക്കുവാണ് നമ്മുടെ അലീന. അവതക്കുട്ടിച്ചൻ അങ്ങനെ തന്നെ. പിന്നെ കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോഴത്തേക്ക് സ്റ്റാൻലി ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുന്നു. അപ്പം അലീന എന്തെന്ന് ചോദിച്ചപ്പോൾ അലീന വരുന്നില്ല. അന്ന് ഇത് സമരം, അതായത് ഫുഡൊന്നും കഴിക്കാണ്ടിരിക്കുകയാണ്. അപ്പം അന്ന് തന്നെ സ്റ്റാൻലി അപ്പച്ചനോട് പറയുന്നുണ്ട്, അപ്പച്ചൻ കഴിക്കുക. ഇല്ല മോനെ, ഞാനും നോക്കട്ടെ, ഞാനും സമരം ഇരിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളോടൊന്ന് കാണിച്ചു കൊടുക്കണം, നമുക്കും ഫുഡ് കഴിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളു എന്ന് കാണിച്ചു കൊടുക്കണം. അല്ലാതെ കാരണം അവള് ഫുഡ് കഴിക്കാണ്ടിരിക്കുമ്പോഴത്തേക്ക് അതാണ് വലുതെന്ന് എല്ലാവരും കരുതുമല്ലോ. ഞാൻ ഇത്ര പ്രായം എത്തുമ്പോഴും നമ്മൾക്കും ഈ ഫുഡ് കഴിക്കാണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു കുഴപ്പമില്ലെന്ന് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവൾ മാറിക്കോളുമല്ലോ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പച്ചൻ ചുമ്മാ കളിക്കുമെന്ന് വേണ്ട, അപ്പച്ചൻ എന്താണല്ലോ അവളെ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് രണ്ടുപേരും ചേർന്നിട്ട് സമരം എടുത്തിരിക്കുമല്ലേ, എന്താണ് നടക്കട്ടെ എന്നുള്ള ഇത് പറയുന്നത്. അതിന് പിറ്റേ ദിവസം രാവിലെ, അടുത്ത ദിവസം രാവിലെ നോക്കുമ്പോഴത്തേക്ക് ഓരോ ദിവസം മാറി പൊക്കോണ്ടിരിക്കുകയാണ്. രാവിലെ വരുമ്പോഴത്തേക്ക് ഇത്തിരി ഒരു ദോശയും ഇത്തിരി ചമ്മന്തിയായിട്ട് അലീന കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം സ്റ്റാൻലി ഇത് കാണുന്നുണ്ട്. അപ്പം അത് കുട്ടിച്ചാനും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ അലീന കഴിച്ച് പെട്ടെന്ന് എഴുന്നേറ്റ് പോയി കഴിയുമ്പോഴത്തേക്ക് സ്റ്റാൻലിയോട് പറയുന്നുണ്ട്, മോനെ അങ്ങനെ ഞാൻ ഇന്നലെ ഇത് നിരാഹാരം ഇരുന്നു, പക്ഷേ ഉപവാസം ഇരുന്നു, പക്ഷേ അതിൻ്റെ അകത്ത് അത്ര സുഖമുള്ള പരിപാടിയൊന്നുമില്ല. ഫുഡൊക്കെ കഴിക്കാണ്ടിരിക്കുമ്പോൾ നല്ല സുഖമുള്ള പരിപാടിയൊന്നുമല്ല. എന്താണെങ്കിലും അത് ശരിയല്ല. എന്നാലും നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക, നീ ഒന്ന് തീരുമാനമെടുക്കുക എന്ന് പറയുവാണ്. അപ്പം ഞാൻ തീരുമാനമൊന്നും എടുക്കാനൊന്നുമില്ല. ഭൃത്യന്മാരെന്ന് പറയുമ്പോഴത്തേക്ക് അവർ 10-28 വർഷം എൻ്റെ കൂടെ ഉള്ളവരാ. അവരെ പിണക്കിയിട്ട് എനിക്ക് ആരെയും ജയിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അവളെൻ്റെ മോളാണ്. ആ ഒരു സ്റ്റാൻഡിൽ അവൾ നിൽക്കണം, ആ ഒരു സ്റ്റാൻഡേർഡിൽ നിൽക്കണം എന്നുള്ള രീതി പറയാണ്. എന്താണ് നീ നോക്കുന്നത് പറയുമ്പോഴാണ്. അത് കഴിഞ്ഞുകൊണ്ട് നോക്കുമ്പോഴത്തേക്ക് വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്ക് സ്റ്റാൻലിയുടെ റൂമിൽ ഇരിക്കുമ്പോഴത്തേക്ക് ജനൽ തുറന്നിട്ടുണ്ട്. ആ ജനലിൻ്റെ അടുത്തുകൂടെ നമ്മുടെ അലീന കടന്നു പോകണം. അലീന കടന്നു പോകുമ്പോഴത്തേക്ക് ഒരു പ്രാവൻകൂടുണ്ട്. ആ പ്രാവൻകൂട് പോയി ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പുറകെ അലീനയുടെ പുറകെ 2-3 പട്ടികളൊക്കെ ഇങ്ങനെ വാലാട്ടി നടക്കുന്നുണ്ട്. എല്ലാത്തിനെയും കീഴ്പ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ അലീന. അപ്പം നോക്കുമ്പോഴത്തേക്ക് ഈ ഫുഡ് കഴിക്കാത്തതിൻ്റെ നല്ല ക്ഷീണമുണ്ട്. ഫുഡ്, അതായത് പ്രാവൻകൂടിൻ്റെ അടുത്ത് നിന്നിട്ട് കുറച്ച് ഫുഡ് ഇട്ട് കൊടുത്തിട്ട് താൻ തിരിച്ച് വന്ന് ആ ഫ്ലോറിൽ തന്നെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, കസേരയൊക്കെ ഇട്ട് കാല് നീട്ടിയിരിക്കുന്നുണ്ട് നമ്മുടെ അലീന. അപ്പോഴത്തേക്ക് തന്നെ അലീനയെ നോക്കുന്നതായിട്ടുള്ള സ്റ്റാൻലിക്ക് മനസ്സിലായി തന്നെ നല്ല ക്ഷീണിതമായിട്ടുള്ളൊരു കൊച്ചായി മാറിയിട്ടുണ്ട്. തൻ്റെ മോള് ഇങ്ങനെ പട്ടിണി കിടക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ടല്ലോ, തൻ്റെ വാശി വൈരാഗ്യം കാരണം കൊണ്ടാണല്ലോ ഇത് സംഭവിക്കുന്നതെന്ന് ഓർത്തിട്ട് ഈ സ്റ്റാൻലി പെട്ടെന്ന് മനം മാറ്റുകയാണ്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ കഴിക്കാനിരിക്കുമ്പോഴത്തേക്ക് കഴിക്കാനിരിക്കുന്നതിന് മുമ്പേ നേരെ അലീനയുടെ റൂമിൻ്റെ അവിടെ ചെന്നിട്ട് പറയാം, അലീനെ നേരെ ഡൈനിങ് റൂമിൽ വരാൻ പറയും. ഉടനെ പുതച്ച് മൂടിക്കിടക്കുന്ന അലീന ചാടി എഴുന്നേറ്റ് പുതപ്പൊക്കെ മാറ്റിയിട്ട് പെട്ടെന്ന് ചെല്ലുവാണ്. ഇരിക്കാൻ പറഞ്ഞു. ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് പൗലോസിനെ വിളിക്കും. പൗലോസേ, ഒരു കാര്യം പറഞ്ഞേക്കാം, ഇത് എൻ്റെ മോളാണ് അലീന. അവൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്രകാരം നീ അനുസരിക്കണം. കാരണം എന്താ കഴിഞ്ഞാൽ അവൾ പറയുന്നതനുസരിച്ച് കേട്ടാൽ മതി. അവൾ പറഞ്ഞിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ ജോലി നിർത്തിക്കോ. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ബന്ധം മതി നമ്മൾ തമ്മിൽ. പിന്നെ നിനക്ക് ജോലി ചെയ്യാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് വിട്ടെറിഞ്ഞിട്ട് പോകാം, ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടിന്യൂ ചെയ്യാം. എന്താണ് നിൻ്റെ തീരുമാനം എന്ന് പറയണമെന്ന് പറയുമ്പോഴത്തേക്ക് മുതലാളി, ഞാൻ
പറയാമെന്ന് പറയും. അതൊന്ന് ആലോചിക്കാനുണ്ടെന്ന് പറയാം. ആലോചിച്ച് പറഞ്ഞാൽ മതി. നീ എന്താണ്ട് നിൻ്റെ പറഞ്ഞ് ഇപ്പം എന്നെ മാത്രം അനുസരിക്കത്തുള്ളൂ എന്ന് മാത്രമല്ല, എൻ്റെ മകളുണ്ട്, അവളെയും കൂടെ അനുസരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നാൽ മതി എന്ന് പറയുകയാണ്. ഉടനെ ശരിയെന്ന് ശരി മുതലാളി എന്ന് പറയുമ്പോഴത്തേക്ക് പൗലോസ് പോവാണ്. പൗലോസ് പോയ ഉടനെ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, നിനക്ക് തൃപ്തിയായ മോളെ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, അപ്പച്ച സന്തോഷമുണ്ടെന്ന് പറയുമ്പോഴത്തേക്കാണ്, അങ്ങനെയാണെങ്കിൽ നീ ഫുഡ് കഴിക്കാൻ പറയുമ്പോൾ, അപ്പം ഫുഡ് കഴിക്കുമ്പോഴത്തെ 2 ചപ്പാത്തിയൊക്കെ എടുത്തിട്ട് ചപ്പാത്തിയും കറിയൊക്കെ എടുത്തിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് പപ്പ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഈ ഫുഡൊന്ന് എനിക്ക് വിളമ്പി തരണം എന്ന് പറയാം. ഉടനെ ശരിയെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഫോർക്കിന്മേൽ കുത്തിയിട്ട് ഇച്ചിരി ഓംപ്ലേറ്റ് എടുത്ത് വായി വെച്ച് കൊടുക്കണം. പപ്പ ഇങ്ങനെയാണ് തരുന്നത്, പപ്പ എനിക്ക് ഞാൻ ചോദിച്ചിട്ട് ആദ്യമായിട്ട് തരുന്ന ആഹാരമാണ്, ആ ആഹാരം നല്ല രീതിയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് കൈകൊണ്ട് തരുമ്പോഴത്തേക്ക് പെട്ടെന്ന് അത് കയ്യിലെടുത്തിട്ട് വെച്ച് കൊടുക്കുകയാണ്. വെച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അലീന അത് കഴിക്കുക. അത് കഴിഞ്ഞുടനെ അലീനയും ഇച്ചിരി ചപ്പാത്തിയും കറിയും എടുത്തിട്ട് സ്റ്റാൻലി കൊടുക്കുവാണ്. സ്റ്റാൻലി കൊടുക്കുമ്പോഴത്തേക്ക് ഒരു കുറച്ചിൽ പോലെ കണ്ടിട്ടാണെങ്കിൽ പോലും, അതായത് കൊച്ചിന് ഇതുവരെ അങ്ങനെ ഒരു പിള്ളേർന്ന് അങ്ങനെ മേടിച്ച് കഴിച്ചിട്ടില്ല. അപ്പം അത് കുറച്ചിലാണെന്ന് കണ്ടിട്ടാണെങ്കിൽ പോലും അവൾ പറഞ്ഞതനുസരിച്ച് അത് കഴിക്കുന്നുണ്ട്. കഴിച്ച് കഴിയുമ്പോഴത്തേക്കും അലീന തൻ്റെ ഇടത് കൈ പിടിച്ച് കവളോട് ചേർത്ത് വെച്ചിട്ട് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മുടെ സ്റ്റാൻലിക്ക്. ഇതെല്ലാം കേരളത്തിലേക്ക് ഒരു അടിപൊളി വിശേഷമാണ് ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. കാത്തിരുന്ന് തന്നെ കാണാം. ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർപ്പിച്ചുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിട പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.